തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ സ്കൂൾ ബസ് കനാലിലേക്ക് മറിഞ്ഞ് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. പൂവത്തൂർ LMS സ്കൂളിലെ ബസ്സാണ് മറിഞ്ഞത്. മേക്കൊല്ല ഭഗവതി ക്ഷേത്രത്തിന് സമീപം ആയിരുന്നു അപകടമുണ്ടായത്. പരിക്കേറ്റ കുട്ടികളെ കാരക്കോണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും നില ഗുരുതരമാണ്. സൈഡ് തിരിഞ്ഞ് വരുന്ന സമയം ചാനലിന്റെ കരയായിരുന്നു. സൈഡ് വരുന്ന സമയത്ത് സ്റ്റിയറിംഗിന് കംപ്ലൈന്റ് കൊണ്ട് അത് സ്റ്റാർട്ടായി ഓഫായി സ്റ്റാർട്ടാക്കിയപ്പോൾ വണ്ടി തൂക്കി മറിഞ്ഞതാണ്. ചാലിനകത്തോട്ട് മറിഞ്ഞ് അങ്ങനെ. പിന്നെ ഒരു കൊച്ചിന് ചെറിയൊരു പരിക്കുണ്ട്. ബാക്കിയുള്ള പിള്ളേരെല്ലാം നിങ്ങൾ എത്തിച്ചിട്ടുണ്ട് സ്കൂളിൽ. എത്ര കുട്ടികളുണ്ടായിരുന്നു? 21 കുട്ടികളുണ്ട്. എല്ലാം ഉണ്ട്. എല്ലാം ക്ലിയർ ആയണം. വേറെ കംപ്ലൈന്റ് ഒന്നും ഇല്ല. പിന്നെ എല്ലാ കുട്ടികളും പേടിച്ചിട്ടുണ്ട്. നമ്മൾ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ആയേക്കുള്ളതാണ്. രാവിലെ പൂവത്തൂർ LMS സ്കൂളിലേക്ക് 21 കുട്ടികളുമായി കടന്നു വന്ന വാഹനം ഒരു പ്രൈവറ്റ് ബസ് കനാലിലേക്ക് മറിയുകയും തുടർന്നുണ്ടായിട്ടുള്ള അപകടവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ഭയവും ഏതാനും കുട്ടികൾക്ക് ചെറിയ മുറിവുകളുമെല്ലാം ഏറ്റിട്ടുണ്ട്. കാരക്കുണം മെഡിക്കൽ കോളേജിൽ കുട്ടികളെ മുഴുവനായി കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവിധ ചികിത്സാ സൗകര്യവും ഒരുക്കി കൊടുക്കുകയാണ്. ഭയപ്പെടേണ്ടതായി ഒന്നും തന്നെ ഇല്ല. ആരും തന്നെ ഒരു കുട്ടിയും തന്നെ മറ്റൊരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സ്റ്റേജില്ല എന്നിപ്പോൾ മനസ്സിലാക്കുന്നത്. ഡോക്ടർമാരുടെ അഭിപ്രായമനുസരിച്ച് ആർക്കും തന്നെ അങ്ങനൊരു രോഗം പിന്നെ പേടിക്കേണ്ട ഒരു സാഹചര്യമില്ല. എല്ലാവരും പിന്നെ ഈ കാര്യത്തിൽ ഭയവിഹ്വലരായി മാറേണ്ടതില്ല. എല്ലാം ശാന്തമാണ്. അരുൺ മോഹനാണ്. റോഡ് ഇത്തിരി ഇടുങ്ങിയ വഴിയായിരുന്നു. അപ്പോഴും നിയന്ത്രണം വിട്ടാണ് ബസ് ചാനലിലേക്ക് പറഞ്ഞത്. കുഴപ്പമൊന്നുമില്ല. പിള്ളേരെല്ലാം ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ഒരു ബൈ ചാൻസ് എങ്ങനെയാണ് അവിടെ പറ്റിയെന്നറിയില്ല. അത് വാൻ മറിയുകയും 21 കുട്ടികൾ അതിനകത്തുണ്ടായിരുന്നു. കുട്ടികൾക്കൊന്നും ഇപ്പോൾ നിലവിൽ യാതൊരു വിധമായ അങ്ങനെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളില്ല. ഒരു കുട്ടിക്ക് മാത്രമാണ് നിസ്സാരമായി സ്വല്പം പരിക്കുള്ളത്. ആ കുട്ടിയെ ഇവിടെ ഇപ്പോൾ CT സ്കാനൊക്കെ എടുത്ത് പരിശോധിച്ച് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. മറ്റു കുട്ടികളെല്ലാം തന്നെ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാ ദിവസവും പതിവ് പോലെ കുട്ടികളെ കയറ്റി വരുന്ന ഒരു സ്കൂൾ ബസ്സാണ്. സ്ഥിരമായിട്ട് 2-3 വർഷം കൊണ്ട് ഈ സ്കൂൾ ബസ് സ്കൂളിൻ്റെ കുട്ടികളെ യാത്രകളുടെ കാര്യം ക്രമീകരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു വിഷയം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഇന്ന് രാവിലെ 8:15 കൂടെ ഒരു ചാനലിൻ്റെ കരയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ നിയന്ത്രണം വിട്ട് മറിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 30-ലധികം കുട്ടികൾ ആ സ്കൂൾ ബസ്സിലുണ്ടായിരുന്നു. അതിൽ 23 കുട്ടികളെ നമ്മളിപ്പോൾ കാരക്കോണം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അരുൺ മോഹനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, ആർക്കും വലിയ പരിക്കില്ല എന്നത് വലിയ ആശ്വാസം നൽകുന്നുണ്ട്. ഈ അപകട കാരണം വ്യക്തത വന്നിട്ടുണ്ടോ? എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്നതിൽ? അഭിലാഷ് തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ വളരെ ആശ്വാസകരമെന്ന് മാത്രം നമുക്ക് ഈ അവസരത്തിൽ പങ്കുവയ്ക്കാം. കാരണം എങ്ങനെയാണ് ഇത് സംഭവിച്ചെന്നുള്ളത് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അറിയുന്നത് വാഹനത്തിന്റെ തകരാർ, അതിലുണ്ടായ സ്റ്റിയറിംഗിലുണ്ടായ തകരാറാണ് ഈ ഒരു അപകടത്തിന്റെ കാരണമെന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. ഇന്ന് രാവിലെ ആയിരുന്നു സ്കൂളിലേക്ക് പോകുന്നതിനിടയിൽ മേക്കൊല്ല ഭഗവതി ക്ഷേത്രത്തിന് സമീപത്ത് ഈ പറയുന്ന LMS സ്കൂളിലെ LP സ്കൂളിലെ വിദ്യാർത്ഥികളുമായി പോകുകയായിരുന്ന വാഹനം അപകടത്തിൽപ്പെടുന്നത്. നിയന്ത്രണം വിട്ട് ഈ കനാലിലേക്ക് വാഹനം പതിക്കുകയായിരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. തുടർന്ന് നാട്ടുകാർ സംയോജിതമായ ഒരു ഇടപെടൽ കൊണ്ട് യഥാസമയം ഈ കുട്ടികളെ ആശുപത്രിയിൽ സമീപത്ത് കാരക്കുണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. എത്തിച്ചതിനാൽ മറ്റ് നമുക്ക് വാർത്തകൾ ഒന്നും ഉയർന്നില്ല എന്ന് നമുക്ക് പറയാം. അറിയുന്നത് വാഹനത്തിൽ 26 കുട്ടികളും ഒപ്പം ഡ്രൈവറും ആയും ഉൾപ്പെടെ 28 പേരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 25 കുട്ടികളാണ് ഇപ്പോൾ നിലവിൽ കാരക്കുളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുള്ളത്. ഇതിൽ ഒരു കുട്ടിയുടെ നില അല്പം കുഴപ്പമുണ്ടെന്ന് പറയുന്നു. എന്നാൽ പേടിക്കാനില്ല എന്ന് ആരോഗ്യവൃത്തം നമ്മളോട് പറയുന്നു. ഈ കുട്ടി ഇപ്പോൾ പീഡിയാട്രിക് ICUവിലാണുള്ളത്. എന്തായാലും രക്ഷിതാക്കളിൽ നിന്ന് വരുന്ന മറ്റൊരു ആരോപണം, ഈ സ്കൂളിൽ നല്ലൊരു സ്കൂളാണ്, പഠിപ്പിക്കുന്നതൊക്കെ ശരിയാണെങ്കിലും സ്കൂളിൽ സ്ഥിരമായി ഒരു വാഹനമില്ല എന്നുള്ള ഒരു പരാതി ഉയർത്തിയിരുന്നു. രക്ഷിതാക്കൾ നമ്മളോടും പ്രതികരിച്ചിരുന്നു. കാരണം പതിവായി മാറി വരുന്ന കരാർ വാഹനങ്ങളും മാറി വരുന്ന ഡ്രൈവർമാരിലൊക്കെ നമുക്ക് വിശ്വാസക്കേടുണ്ട്. അത് ഒരു ആശങ്ക ഉയർത്തുന്നു എന്നുള്ള രീതി ഈ രക്ഷിതാക്കൾ നമ്മളോടും പങ്കുവച്ചിരുന്നു. എന്തായാലും വളരെ ആശ്വാസകരമായ ഒരു നിമിഷം ഇപ്പൊ പങ്കുവയ്ക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം വലിയൊരു അപകടം ഈ നാട്ടിൽ നിന്ന് ഒഴിവായി എന്ന് മാത്രം നമുക്കിപ്പോൾ പങ്കുവയ്ക്കാം. അഭിലാഷ്. അരുൺ മോഹനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.